നല്ല കണ്ണ് കറങ്ങും, നല്ലൊരു നന്മയുള്ള കോമഡി അല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി പിന്നെ ധൈര്യമായിട്ട് വരാം, ഫാമിലിയായിട്ട് വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റും. നല്ല ഷാനോമാനായാലും അഭിനേതാക്കളും എല്ലാവരും നന്നായിട്ട് ചെയ്തു. വണ്ടികളെ സ്നേഹിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്റ്റ് ആവും ഈ സിനിമ കുറച്ചും കൂടി. നിങ്ങൾ ബുള്ളറ്റ് ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കുറച്ച് ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന നിമിഷങ്ങൾ ഈ സിനിമയിലെ സീൻസിലൂടെ പറഞ്ഞു പോകും. മെസ്സേജ് അല്ല, അതായത് ബൈക്കുകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അത് ബൈക്കിനെ ഇഷ്ടപ്പെടുന്നത്, അത് ബുള്ളറ്റ് പടത്തിൻ്റെ പേര് ബുള്ളറ്റ് ആദ്യമായിട്ടാണ്, പക്ഷെ ബുള്ളറ്റ് ആവണമെന്നില്ല, ഒരു ബൈക്കിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഫീൽ ഗുഡ് പടമാണ്. മെയിനായിട്ട് പേര് പടത്തിൻ്റെ പേര് പോലെ തന്നെ ആ ബുള്ളറ്റിന് ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഭയങ്കരമാണ്. ഈ ബൈക്കേഴ്സ് ബുള്ളറ്റിനായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. പടംകാരനാണ്. എൻ്റെ പരിചയത്തിൽ ഇവിടെ 2 ബുള്ളറ്റ് ബുദ്ധ പിന്നെ ബുള്ളറ്റ് ഫുഡ് എന്നും പറഞ്ഞ് 2 ക്ലബ്ബുകൾ എനിക്കറിയാം. അതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഈ ബുള്ളറ്റും അവരുമായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു മൂവിയാണ്, ഫാമിലി മൂവിയാണ്. കുറേ നാളിന് ശേഷം ധ്യാനിൻ്റെ നല്ലൊരു മൂവിയാണ്. അടുത്ത ആഴ്ച നേരിറങ്ങാം. നേരിലെ പോലെ ഒരു 80 കൊല്ലം ലാലേട്ടനായിട്ട് കണ്ടത് ധ്യാനിലൂടെ. ഞാൻ ത്യാഗം നടക്കുന്ന കോമ്പിനേഷനാണ്. ഇത് ബുദ്ധറ്റാണെങ്കിൽ വണ്ടികൾ ക്രേസിലുള്ള ആൾക്കാരുടെ ജീവിതം കാണിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ യുവാക്കൾ ഒരുപാട് പേരെ നമുക്ക് കാണാം, റിലേറ്റ് ചെയ്യാവുന്ന പടമാണ്. ഒരു കോമഡി ഉണ്ട്, അൽത്താഫിൻ്റെ കോമഡി ഉണ്ട്, പ്രദീപ് പട്ടിന് വന്ന ലാസ്റ്റ് മൂവിയാണ്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു മൂവി. അയാൾ ശേഷം ഒരു ഹാർട്ട് ടച്ചിങ് മൂവി കാണാൻ പറ്റും. നിങ്ങൾ മീഡിയക്കാർ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരും പ്രൊമോട്ട് ചെയ്യും. കാരണം നല്ല ഫിലിം ഒരിക്കലും ടോപ്പാവും ആഗ്രഹിക്കണം. നല്ലൊരു പടമാണ്. ഈ OTT എന്തായാലും ഇറക്കിയ ടൈം കുഴപ്പമുണ്ട്. എന്തായാലും OTT നന്നായിട്ട് പോകാൻ സാധിക്കില്ല. മീഡിയ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. നല്ലൊരു മൂവിയാണ്. 2023 അടുത്ത നമ്മുടെ ധ്യാന ശ്രീനിവാസൻ ഹിറ്റാണ് ബുള്ളറ്റ് ഡയറീസ് എന്ന് തന്നെ പറയാം. പക്ക കോമഡി ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. ഫാമിലിക്ക് ധൈര്യമായി ഇടയ്ക്കെടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്. ഒരു ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാർക്ക് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇന്നത്തെ കാലത്ത് യൂത്തിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഫാമിലി ഓഡിയൻസ് ധൈര്യമായിട്ടും പ്രയാഗം പാട്ടിൻ്റെ ഒരു അടുത്ത ഹിറ്റ് എന്ന് തന്നെ പറയാം. ഡാൻസ് പാർട്ടിക്ക് ശേഷം അടുത്തൊരു ഹിറ്റാണ്. അപ്പോൾ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു 5-ൽ 4 കൊടുക്കും.